അക്കാലത്താണ് ഈ ചന്ദ്രപുത്രനായ ബുധന് ഈ ഇളയിൽ, അതായത് സുദ്യുമ്നൻ എന്നുള്ളത് പുരുഷനായിരിക്കുമ്പോഴത്തെ പേരാണ്, സ്ത്രീ ആയില്ലോ, അപ്പോൾ വീണ്ടും പഴയ പേര് വന്നു ഇള. അങ്ങനെ ചന്ദ്രപുത്രനായ ബുധന് ഈ ഇളയിൽ ഉണ്ടായ പുത്രനാണ് പുരൂരവസ്. ഈ പുരൂരവസ് മുതലാണ് ചന്ദ്രവംശം ആരംഭിക്കുന്നത്. അപ്പോൾ പുരൂരവസ് അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് അങ്ങനെ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ അവർ മുഴുവനും ചന്ദ്രവംശത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ ചന്ദ്രവംശത്തിലെ അംഗങ്ങളായി മാറി. ശ്രീകൃഷ്ണൻ ഒക്കെ ചന്ദ്രവംശത്തിൽ വരുന്ന ആളാണ്. യയാതി, നഹുഷൻ ഇവരൊക്കെ ചന്ദ്രവംശത്തിലെ പ്രസിദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ മഹാകേമന്മാരായിട്ടുള്ള രാജാക്കന്മാരായിരുന്നു. ഇങ്ങനെ സുദ്യുമ്നൻ ഇളയായി തീർന്നു. ചന്ദ്രപുത്രനായ ബുധൻ്റെ മകനെയും പ്രസവിച്ചു. വീണ്ടും കുറേ കാലം അവിടെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെ ഒരിക്കൽ കാണാനിടയായി. വസിഷ്ഠനോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഒരു അബദ്ധം പറ്റി, ഇനി എന്താ ചെയ്യുക, എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനും വയ്യ, ഞാനിപ്പോൾ സ്ത്രീയാണ്, ഇനി എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു കൊടുത്തു, ഇതാണ് കാര്യം, അങ്ങ് ഇളാവൃതത്തിലേക്കാണ് പ്രവേശിച്ചിട്ടുള്ളത്. ഇത് മഹാദേവൻ ശ്രീപാർവതി ദേവിക്ക് കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. അനുഗ്രഹമെന്നോ വരമെന്നോ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് ബാക്കിയുള്ളവർ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിനെ അനുഗ്രഹം എന്നോ വരം എന്നൊക്കെ പറയാൻ പറ്റുമോ? എങ്കിലും മഹാദേവൻ ശ്രീപാർവതി ദേവിക്ക് കൊടുത്ത വാക്കാണിത്. ഇവിടേക്ക് പ്രവേശിക്കുന്നവരൊക്കെ സ്ത്രീകളായി പോകും എന്നത്. ഇതറിയാതെയാണ് അങ്ങ് പ്രവേശിച്ചത്. അതുകൊണ്ട് ഞാൻ മഹാദേവൻ എന്ന് പ്രസാദിപ്പിച്ച് നോക്കട്ടെ, അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കാം, അദ്ദേഹം അനുഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങേക്ക് അങ്ങയുടെ പഴയ പുരുഷരൂപം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ വസിഷ്ഠ മഹർഷി മഹാദേവനെ പ്രസാദിപ്പിക്കുന്നതിനായി കൊണ്ടുപോയി. മഹാദേവനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഞങ്ങളുടെ ചക്രവർത്തി അല്ല, ഞങ്ങളുടെ രാജാവാണ്, അദ്ദേഹത്തിനെ ഒന്ന് തിരിച്ച് പഴയ ഒരു രൂപത്തിലേക്ക് തിരിച്ചു തന്നാൽ നന്നായി, അദ്ദേഹം ഇപ്പോൾ സ്ത്രീയായിട്ട് കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഇത് ഞാൻ ശ്രീപാർവതി ദേവിക്ക് കൊടുത്തൊരു വാക്കാണ്, അതെങ്ങനെ മാറ്റുക, അദ്ദേഹം വീണ്ടും പുരുഷനായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ, ഞാൻ ശ്രീപാർവതി ദേവിക്ക് കൊടുത്ത വാക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, ചെറിയൊരു ഇളവ് വരുത്തി തരാം, കൊല്ലത്തിൽ 6 മാസം പുരുഷനും 6 മാസം സ്ത്രീയും, അങ്ങനെ ആയാൽ വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അങ്ങനെ ആയാലും കുഴപ്പമില്ല, ഇപ്പോൾ ജീവിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ, ഇപ്പോൾ 365 ദിവസം സ്ത്രീയാണ്, ഒരു 6 മാസമെങ്കിലും പുരുഷനാവാൻ സാധ്യത ഉണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത് എന്ന് വിചാരിച്ച് അങ്ങനെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഈ ഇള എന്ന് ഇപ്പോൾ പേരുള്ള സുദ്യുമ്നൻ്റെ അടുത്തേക്ക് എത്തി. സ്ത്രീ രൂപമാണല്ലോ. അങ്ങനെ ഇളയോട് പറഞ്ഞു, മഹാദേവൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 6 മാസം പുരുഷനായിക്കോട്ടെ 6 മാസം സ്ത്രീയും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ശരി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഈ ഇള പുരുഷനായി. സന്തോഷത്തോടു കൂടി വീണ്ടും തൻ്റെ കൊട്ടാരത്തിലേക്ക് രാജാവായി കൊണ്ടുവന്നു. കുറേ കാലമായിട്ട് കാണാത്ത രാജാവ് തിരിച്ചു വന്നപ്പോൾ നാട്ടുകാർക്ക് വലിയ സന്തോഷമൊക്കെ, എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. സിംഹാസനത്തിൽ വീണ്ടും വന്നിരുന്നു, രാജ്യം ഭരിക്കാൻ ആരംഭിച്ചു. 1 മാസം കഴിഞ്ഞതേ ഉള്ളൂ